സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ DDL കമാൻഡ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. DDL കമാൻഡ്സിനകത്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ, അതിൻ്റെ സിൻടാക്സ്, അതുപോലെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റൂൾസ് ഫോർ നെയിമിങ് എ ടേബിൾ, അതുപോലെ കൺസ്ട്രെയിൻസ്, പിന്നെ അതിൻ്റെ 2 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ DML കമാൻഡ്സ് ആണ്. DML മീൻസ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതിനകത്ത് മെയിനായിട്ട് 4 ഓപ്പറേഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന്, ഇൻസർട്ടിങ് ദ ഡേറ്റ ഇൻ ടു ഡേറ്റാബേസ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻസർട്ട് കമാൻഡ്. 2, റിട്രീവിംഗ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സെലക്ട് കമാൻഡ്. മൂന്നാമത്തത്, മോഡിഫൈയിങ് ദ ഡേറ്റ ഓഫ് ദ ഡേറ്റാബേസ്, അതിന് നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നു. നാലാമത്തത്, ഡിലീറ്റിംഗ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്, അതിന് ഡിലീറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നു. ഈ 4 കമാൻഡ്സ് ആണ് നമ്മൾ DMLനകത്ത് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയായിട്ട് നമുക്ക് DDL കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്തു. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ ക്രിയേറ്റ് ചെയ്ത ടേബിളിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻസർട്ട് ചെയ്യണം, അല്ലെങ്കിൽ റെക്കോർഡ്സ് ഇൻസർട്ട് ചെയ്യണം. ആ റെക്കോർഡ്സ് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഇൻസർട്ട് കമാൻഡ് എന്ന് പറയുന്നത്. നോക്കാം, ഇൻസർട്ട് കമാൻഡ് ടു ഇൻസർട്ട് വാല്യൂസ് ഓർ റെക്കോർഡ്സ് ഇൻ ടു എ ടേബിൾ. സോ ഇറ്റ് ആഡ്സ് ന്യൂ റോ ടു എ ടേബിൾ. ഓരോ റോ വൈസ് ആയിട്ടാണ് നമ്മൾ വാല്യൂസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 ക്ലോസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻടു ആൻഡ് വാല്യൂസ്. അത് കമാൻഡ്സിനകത്ത് സ്ഥിരമായിട്ടുള്ളതാണ്, ക്ലോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പേര് കൊടുക്കുന്നു അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നു. ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള എന്ത്, പേര്, പേജിൻ്റെത് ക്യാരായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, മെയിൽ ഫീമെയിൽ എന്നുള്ള സെക്സിൻ്റെ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ ടൈപ്പ് ഉള്ള ഏതെങ്കിലുമാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ട്സിലായിരിക്കും നമ്മൾ വാല്യൂസ് എഴുതുന്നത്. സിംഗിൾ കോട്ട്സ് മസ്റ്റ് ബി യൂസ്ഡ് ഇഫ് വി ഇൻസർട്ട് ക്യാരക്ടേഴ്സ് ഓർ നെയിംസ്. അതിന്റെ സിന്റാക്സ് നോക്കാം. ഇതാണ് അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻസർട്ട് ഇൻ ടു ടേബിൾ നെയിം, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ പേര് തന്നെ. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻസർട്ട് ഇൻ ടു സ്റ്റുഡന്റ്, എന്നിട്ട് ബ്രാക്കറ്റിൽ കോളം നെയിം 1, കോളം നെയിം 2, ഏത് കോളത്തിനെയാണ് ആ പേര് കൊടുക്കുക, പിന്നെ വാല്യൂസ് എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ്, വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ. നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ഓപ്ഷനാണ്, വേണമെങ്കിൽ കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ കോളം 1, കോളം 2 എന്ന് കൊടുത്തേക്കുന്ന വെച്ചാൽ നമുക്ക് ആ കോളത്തിൽ മാത്രം വാല്യൂസ് കൊടുക്കാനാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം. എല്ലാ കോളത്തിലും വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് അവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തേക്കുന്നത് കോളം 1, കോളം 2 എന്നുള്ളത്. ഏത് ഒരു സിന്റാക്സ് ആണെങ്കിലും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഓപ്ഷനാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക. Query to add roll number, name, score, grade to the student table. എന്നുവെച്ചാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്തോട്ട് നമ്മൾ 4 ഫീൽഡ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. റോൾ നമ്പർ, നെയിം, സ്കോർ, ഗ്രേഡ് എന്ന് പറയുന്നത്. അതിനകത്തോട്ട് നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡ് ഇൻസർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇൻസർട്ട് ഇൻ ടു സ്റ്റുഡന്റ്, അവിടെ 4 കോളത്തിലേക്കും വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ കോളം 1, കോളം 2 സ്പെസിഫൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഞാൻ കൊടുത്തേക്കുവാണ്. വാല്യൂസ് ബ്രാക്കറ്റ് നോക്കുക. നമ്മൾ ഏത് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നോ ആ ഓർഡറിൽ തന്നെ വാല്യൂസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റോൾ നമ്പർ 1, നെയിമിന്റെ സ്ഥാനത്ത് ജോസഫ്, അത് സിംഗിൾ കോട്ട്സിലാണ് കൊടുത്തേക്കുന്നത്. സ്കോർ 180, ഗ്രേഡ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിരുന്നു A എന്ന് പറയുന്നത്, അതുകൊണ്ട് സിംഗിൾ കോട്ട്സിൽ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. പിന്നെ അങ്ങനെ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്ത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 1 റോ അഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരികയും ചെയ്യും. ഇതാണ് നമുക്ക് ഇൻസർട്ട് ഇൻ ടു കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻസർട്ട് കമാൻഡ് എന്ന് പറയുമ്പോൾ ടു ഇൻസർട്ട് വാല്യൂസ് ഓർ റെക്കോർഡ്സ് ഇൻ ടു എ ടേബിൾ. അതിൻ്റെ ഒരു സിന്റാക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇൻസർട്ട് ഇൻ ടു ടേബിൾ നെയിം, എന്നിട്ട് ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോളം നെയിം 1, കോളം നെയിം 2 എക്സെട്ര. ഇത് പേര് നമ്മൾ കോളത്തിന്റെ പേരിലൂടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇൻസർട്ട് ഇൻ ടു ടേബിൾ നെയിം, കഴിഞ്ഞിട്ട് വാല്യൂസ് ബ്രാക്കറ്റിൽ
നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഏതാണെന്ന് വെച്ചാൽ വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര അത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ കൊടുത്താൽ മതി. ഇതാണ് അവിടെ ഇൻസേർട്ട് ഇൻടു കമാൻഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിന്റെ യൂസേജസ് ആണ്. വേറൊരു മെത്തേഡ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞതില് റോൾ നമ്പർ നെയിം മാത്രം ഗ്രേഡും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നേരത്തെ ടേബിളിൽ. ഈ രണ്ടെണ്ണം മാത്രമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇൻസേർട്ട് ഇൻടു സ്റ്റുഡന്റ് ബ്രാക്കറ്റിൽ റോൾ നമ്പർ നെയിം. അവിടെ ഞാൻ രണ്ട് ഫീൽഡ് അല്ലെങ്കിൽ കോളത്തിന്റെ പേര് അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. റോൾ നമ്പർ നെയിം വാല്യൂസ് 2, ഗോപി. രണ്ട് വാല്യൂസ് മാത്രമേ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ ആ റെക്കോർഡിനകത്ത്. ഗ്രേഡോ അല്ലെങ്കിൽ മാർക്കോ ഒന്നും സ്കോറോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ രണ്ട് റെക്കോർഡ്സ് അതിനുവേണ്ടിയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോളം 1 കോളം 2 എന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ കോളം 1 റോൾ നമ്പർ നെയിം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെസിഫൈ ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ രീതി എഴുതാം. ആ റോൾ നമ്പർ നെയിമിന് പകരം ഒരു റെക്കോർഡ് കൊടുക്കുന്നില്ലെങ്കിൽ ബാക്കി രണ്ടും നൾ വാല്യൂ, ഒരു വാല്യൂ ഇല്ലാതെ എംപ്റ്റി വാല്യൂസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു കീവേഡാണ് നൾ എന്ന് പറയുന്നത്. അന്നേരം ഇൻസേർട്ട് ഇൻടു വാല്യൂസ് ബ്രാക്കറ്റിൽ 2 ഗോപി കഴിഞ്ഞിട്ട് നള്ള് നൾ. ആ സ്കോറിന്റെയും ഗ്രേഡിന്റെയും സ്ഥാനത്ത് ഒന്നുമില്ല, നൾ എന്നും പറഞ്ഞു വരും. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ഇൻടു കമാൻഡ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ രീതിയാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ബ്രാക്കറ്റിന്റെ ഉള്ള കോളം നെയിമിന്റെ ആവശ്യമില്ല. ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഫ് നോ കൺസ്ട്രെയിൻസ് ആർ സെറ്റ് ഫോർ അതർ കോളംസ്, കൺസ്ട്രെയിൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇപ്പൊ നോട്ട് നൾ എം ടി ആണ് കൊടുക്കുന്നെങ്കിൽ അത് ഇത് പറ്റത്തില്ല. നമ്മൾ നോട്ട് നള്ളായിട്ട് വാല്യൂസ് കൊടുക്കാൻ പാടില്ല, നള്ളെന്ന് എഴുതിയിട്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കൺസ്ട്രെയിൻസ് ഉണ്ടായെങ്കിൽ, കൺസ്ട്രെയിൻസ് ഇല്ലാത്ത കേസുകളിൽ ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സ് നമുക്ക് ഒരേ സമയത്ത് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. അത് നമുക്ക് കോമയിട്ട് ഇപ്പോൾ റെക്കോർഡ്സ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത റെക്കോർഡ്സ് വാല്യൂസ് എഴുതാൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻസേർട്ട് ഇൻടു സ്റ്റുഡന്റ് വാല്യൂസ് ഉണ്ടോ 12 ജോസ് 280 A+. അതൊരു റെക്കോർഡ്. കോമ ഇട്ട് 13 വാല്യൂ 186 A അടുത്ത വാല്യൂ അടുത്ത റെക്കോർഡിന്റെ. അന്നേരം ഒരേ സിന്റാക്സ് കൊണ്ട് തന്നെ രണ്ട് റെക്കോർഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻസേർട്ട് ഇൻടു കമാൻഡിന്റെ യൂസേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് കമാൻഡാണ്. നമ്മൾ ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ആ ക്രിയേറ്റ് ചെയ്ത ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു, ഇൻസേർട്ട് ഇൻടു കമാൻഡ് ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിനകത്തുനിന്ന് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് റിട്രീവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് സെലക്ട് കമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. Select command is used to retrieve and display the records or information from a table according to a condition. ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത റെക്കോർഡ്സ് വാല്യൂസ് ആ ടേബിളിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് സെലക്ട് കമാൻഡ്. അതിന്റെ സിന്റാക്സ് നോക്കുക. സെലക്ട് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ഡിസ്റ്റിങ്ക്ട് ഓർ ഓൾ, കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ, ഓർഡർ ബൈ കോളം നെയിം, ഗ്രൂപ്പ് ബൈ കോളം നെയിം ഹാവിംഗ് കണ്ടീഷൻ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ. ഈ സ്ക്വയർ ബ്രാക്കറ്റിന് ഇട്ടേക്കുന്ന എല്ലാ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ജനറൽ ആയിട്ട് ഒരു സിന്റാക്സ് പറയുകയാണെങ്കിൽ സെലക്ട് കോളം നെയിം 2 1 2 എക്സെട്ര ഫ്രം ടേബിൾ നെയിം അത്രയും മാത്രം മതി. ഒരു കണ്ടീഷനും ഇല്ല എങ്കിൽ, ഒരു കണ്ടീഷനെയും ബേസ് ചെയ്തിട്ടില്ല എങ്കിൽ ചുമ്മാ നമുക്ക് ഡേറ്റാസ് എല്ലാം റെക്കോർഡ് ചെയ്യണം. ഒരു ടേബിളിൽ നിന്ന് ഇപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്തുനിന്ന് എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് കോളം നെയിം പോലും കൊടുക്കണ്ട, സെലക്ട് സ്റ്റാർ മാർക്ക് കൊടുത്താൽ മതി. സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിസ്പ്ലേ ചെയ്യും. നമുക്കിത് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണ്ടീഷൻസും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാം. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ബൈ ആയിട്ടാണോ അല്ലെങ്കിൽ പിന്നെ ഓർഡർ അനുസരിച്ച് അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ അനുസരിച്ച്
ഏതെങ്കിലും കോളം നെയിമിനെ ബേസ് ചെയ്തിട്ടാണോ എന്നൊക്കെ ഉള്ളത് അനുസരിച്ച് വരാൻ വേണ്ടി ഇതിപ്പം ജനറലായിട്ടൊരു സിന്റാക്സ് നമ്മളിവിടെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. അതിൽ ഓരോന്നും താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ക്ലോസസിന്റെ എന്തൊക്കെയാണ് യൂസേജ് എന്നുള്ളത്. ഇപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചിലപ്പോൾ തന്നെ ഒരു റെക്കോർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത റെക്കോർഡ്സ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ നെയിം എനിക്ക് നെയിം ഒരു പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് നെയിം എന്ന് കൊടുത്താൽ മതി. ആ ഡിസ്റ്റിങ്ക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിസ്പ്ലേ ദ റെക്കോർഡ്സ് വിത്തൗട്ട് റെപ്പിറ്റീഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ. വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ. ഓൾ ആണെങ്കിലോ വിത്ത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ടു ഡിസ്പ്ലേ ഓൾ റെക്കോർഡ്സ് വിത്ത് ഡ്യൂപ്ലിക്കേഷൻസ്. എല്ലാം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ ആസ്ട്രിക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാർ നമുക്കവിടെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫ്രം ഇൻഡിക്കേറ്റ്സ് ദ ടേബിൾ നെയിം. വേർ ടു സ്പെസിഫൈ എ കണ്ടീഷൻ. കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുക. ഓർഡർ ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് ടു ഗ്രൂപ്പ് എ റെക്കോർഡ് വെദർ ഇറ്റ് ഈസ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. ഏത് ഓർഡറിലാണ് നമുക്ക് ടേബിളിലെ റെക്കോർഡ്സിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഓർഡർ ബൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പായിട്ട് വാല്യൂസിനെ ഇപ്പൊ പല ഗ്രൂപ്പിലുള്ള ഡെസിഗ്നേഷൻ മാനേജേഴ്സിന്റെ ഒരു കൂട്ടം ഗ്രൂപ്പാക്കി നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ ഹാവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് ബൈയില് നമുക്ക് കണ്ടീഷൻ സെറ്റ് ചെയ്യാം. അവിടെ നമുക്ക് വേറെ കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷൻസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലോസ് ആണ് ഹാവിങ് ക്ലോസ് എന്ന് പറയുന്നത്. അന്നേരം ഇത് ആണ് നമ്മളിവിടെ ജനറലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ക്വറീസ് ആണ് നമുക്ക് ഇനി വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഓരോന്നിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. Select command is used to retrieve or display informations or record from the table based on a condition. The syntax നോക്കിയാൽ മതി. Select distinct or all column 1 column 2 from table name square bracket നകത്ത് where condition അല്ലെങ്കിൽ order by column name അല്ലെങ്കിൽ group by column name അല്ലെങ്കിൽ having conditions. ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹാവിങ് കണ്ടീഷൻസ് ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് അതിന്റെ ആ സിന്റാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എക്സാമ്പിൾ ഫോർ ഡിസ്റ്റിങ്സ് ഓൾ ഫ്രം ക്ലോസസ്. ക്വറി ടു റിട്രീവ് ഓൾ റെക്കോർഡ്സ് ഫ്രം സ്റ്റുഡന്റ് ടേബിൾ. ആ സ്റ്റുഡന്റ് ടേബിളിൽ നിന്ന് എല്ലാ റെക്കോർഡ്സും നമുക്ക് റിട്രീവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സെലക്ട് സ്റ്റാർ മാർക്ക് ഫ്രം സ്റ്റുഡന്റ്. സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓൾ റെക്കോർഡ്സ് എല്ലാം ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഡിസ്പ്ലേ ചെയ്യും. അതാണ് സ്റ്റാർ കൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സെലക്ട് കമാൻഡ് ഉണ്ടല്ലോ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. ഇപ്പൊ എനിക്ക് നെയിമും സ്കോറും മാത്രം മതി, ഗ്രേഡും ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെലക്ട് സ്റ്റാറിന് പകരം സ്റ്റാർ ആകുമ്പോൾ എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. എനിക്ക് അത് വേണ്ട, നെയിമും സ്കോറും മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നോക്കുക, സെലക്ട് ആ കോളം നെയിം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നെയിം സ്കോർ ഫ്രം സ്റ്റുഡന്റ്. അന്നേരം എല്ലാ ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് ഏതൊക്കെ പേരുകളുണ്ടോ ആ പേരുകളും വരും. അതിന്റെ കറസ്പോണ്ടിങ് സ്കോർ ഉണ്ടെങ്കിൽ ആ സ്കോറും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് സെലക്ട് നെയിം സ്കോർ ഫ്രം സ്റ്റുഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അത് നോക്കുക. Query to retrieve all records in the student table with no duplicate mark. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മാർക്സ് വേണ്ട. ഇപ്പൊ മാർക്സ് ഇപ്പൊ 180 രണ്ടു പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ ഉണ്ടെങ്കിൽ ഒരു തവണ മാത്രം 180 മതി. ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള മാർക്സ് ഒഴിവാക്കുക. എങ്ങനെയാന്ന് നോക്കുക. സെലക്ട് എന്താ ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക് ഫ്രം സ്റ്റുഡന്റ്. അന്നേരം നമുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഒരു കോളം മാത്രം വരും. ആ മാർക്കിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള മാർക്സ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഒരേപോലുള്ള മാർക്ക്, ഇപ്പൊ 10 റെക്കോർഡ്സ് ഉണ്ടെന്ന് വെച്ചു, അതിൽ 3 വാല്യൂ ഒരേപോലുള്ള വാല്യൂ ആണെങ്കിൽ അത് ഒരെണ്ണേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. എന്നുവെച്ചാൽ മൊത്തം 10 റെക്കോർഡ്സിന് പകരം 8 റെക്കോർഡ്സ് മാത്രമേ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ.
ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാർക്സ് അവിടെ അവോയ്ഡ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് ഡിസ്റ്റിങ്ക്റ്റ്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക് ഫ്രം സ്റ്റുഡന്റ്. അടുത്ത നോക്കുക, ക്വറി ടു റിട്രീവ് നെയിം ആൻഡ് ഗ്രേഡ് ഇൻ സ്റ്റുഡന്റ് ടേബിൾ. ഉണ്ടോ, നമ്മൾ നേരത്തെ മാർക്കിന്റെ കേസ് പറഞ്ഞാണ് നെയിമും മാർക്കിന് പകരം ഇവിടെ നെയിമും ഗ്രേഡും. അന്നേരം സെലക്ട് നെയിം കോമ ഗ്രേഡ് ഫ്രം സ്റ്റുഡന്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടേബിൾ സ്റ്റുഡന്റ് ആയി, അതുകൊണ്ടാണ് സ്റ്റുഡന്റ് എന്ന് കൊടുത്തത്. നിങ്ങൾ വേറെ പേരിലാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടേബിളിന്റെ പേര് ഇവിടെ കൊടുക്കുക മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മൾ വേർ ക്ലോസ് അല്ലെങ്കിൽ വേർ കണ്ടീഷൻസിന്റെ എക്സാമ്പിൾസ് നോക്കാം എന്തുവാണെന്നുള്ളത്. ഇവിടെ വേർ കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, പിന്നെ എക്സ്ട്രാ നമുക്ക് 3-4 ഓപ്പറേറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തുവാ, ഏതൊക്കെയാ? ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. നോട്ട് ഈക്വൽ ടു രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നോട്ട് സിമ്പിൾ കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുക്കാം, അല്ലെങ്കിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനോട് ഒരുമിച്ച് കൊടുക്കാം. അത് രണ്ടും നോട്ട് ഈക്വലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ ഓപ്പറേറ്റർ. അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റർ ഏതൊക്കെയായിരുന്നു? ആൻഡ്, ഓർ, നോട്ട്. പിന്നെ അതല്ലാതെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇൻ ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റ്വീൻ, ലൈക്ക്, ഈസ്, നൾ. ഈ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. വേറിനകത്ത് കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓരോ എക്സാമ്പിൾസ് നോക്കാം. Write a query to retrieve name and phone number of a student having age greater than 16 in student table. ഇതിൽ സ്റ്റുഡന്റ് ടേബിളിൽ ഏജ് 16, വയസ്സ് 16-ന് മേളിലുള്ള സ്റ്റുഡൻസിന്റെ നെയിമും ഫോൺ നമ്പറുമാണ് വേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കുക. സെലക്ട് നെയിം ഫോൺ ഫ്രം സ്റ്റുഡന്റ് വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 16. ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ചിഹ്നം യൂസ് ചെയ്യുന്നുണ്ട്. വേറിനകത്ത് ഉണ്ടാവും വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 16. അടുത്തത് സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡന്റ് വെയർ കോഴ്സ് ഇൻ ബ്രാക്കറ്റിൽ കൊമാസ് ഹ്യൂമാനിറ്റീസ്. വേറൊരു എക്സാമ്പിൾ എഴുതിയേക്കണം. ഇത് എന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്? നമുക്ക് സെലക്ട് നെയിം കോഴ്സ്, അതായത് നെയിമും കോഴ്സും ഡിസ്പ്ലേ ചെയ്ത് വരും. എങ്ങനെയുള്ളതായിരിക്കും? കോഴ്സ് ഇൻ കൊമാസ് ഹ്യൂമാനിറ്റീസ്. എന്നുവെച്ചാൽ കൊമാസിലോ ഹ്യൂമാനിറ്റീസിലോ ഉള്ള സ്റ്റുഡൻസിന്റെ നെയിമും കോഴ്സും ആയിരിക്കും വരുന്നത്. എന്നുവെച്ചാൽ സയൻസ് ഒരു കോഴ്സ് ഉണ്ടായെങ്കിൽ അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും വരത്തില്ല. കോഴ്സ് ഇൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്. അതായത് അവിടെ നമ്മൾ ഇൻ എന്ന് പറയുന്ന ക്ലോസ് അവിടെ യൂസ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്നുവെച്ചാൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് രണ്ട് കോഴ്സിനകത്തുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എന്തുവാ നെയിമും കോഴ്സും. എല്ലാ ഡീറ്റെയിൽസും വേണ്ട. സെലക്ട് നെയിം കോഴ്സ് എന്ന് വെച്ചാൽ നെയിമും കോഴ്സും മാത്രമേ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. നോക്കാം. റൈറ്റ് എ ക്വറി ടു റിട്രീവ് ഓൾ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് വിത്ത് മാർക്സ് ഗ്രേറ്റർ ദാൻ 60. അതെന്ത് എഴുതും? സെലക്ട് റിട്രീവ് ഓൾ സ്റ്റുഡൻസ് ആണ്, ഡീറ്റെയിൽസ് ആണ്. സെലക്ട് സ്റ്റാർ കൊടുത്താൽ മതി. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 60. കാരണം നോക്കുക. സെലക്ട് ക്വറി ടു റിട്രീവ് മാർക്ക് നെയിം ആൻഡ് മാർക്ക് ഓഫ് സ്റ്റുഡന്റ് വിത്ത് മാർക്ക് ഗ്രേറ്റർ ദാൻ 60 ആൻഡ് ഏജ് ലെസ് ദാൻ 19. അവിടെ രണ്ട് കണ്ടീഷനാണ്. മാർക്ക് 60ക്ക് മേളിലുമായിരിക്കണം, ഏജ് എന്ന് പറയുന്നത് 19 താഴെയായിരിക്കണം. അതെന്ത് കൊടുക്കണ്ടേ? അതിന്റെ നെയിമും മാർക്കും മതി, എല്ലാം വേണ്ട. അന്നേരം സെലക്ട് നെയിം മാർക്ക് ഫ്രം സ്റ്റുഡന്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 60 ആൻഡ് ഏജ് ലെസ് ദാൻ 19. അവിടെ ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്ററും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ റിലേഷൻ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ മാർക്ക് 60ക്ക് മേളിലുമായിരിക്കണം, ഏജ് 19-ൽ താഴെയായിരിക്കണം. അങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്ത് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് വാല്യൂസ് നമുക്ക് റിട്രീവ് ചെയ്യാം സെലക്ട് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട്. ഇനി നോക്കാം. ഇനിയും ഉള്ള എക്സാമ്പിൾസും
ഒക്കെ നോക്കാം. ഓരോ എക്സാംസ് വെയർ ക്ലോസിന്റെ ഇനി എക്സാംസ് ഉണ്ട്. കണ്ടാ query to retrieve name, mark and age of students with age 16 or 17. ഇതിൽ നമുക്ക് നെയിമും മാർക്കും ഏജും വേണം. 16 17 വയസ്സുള്ള കുട്ടികളുടെ. Select name, mark, age from student where age equals 16 or age equals 17. Write query to retrieve name and mark of student with mark other than 100. 100 അല്ലാത്ത മാർക്കുകൾ ഉള്ളവരുടെ നെയിമും മാർക്കും ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് നെയിം, മാർക്ക് ഫ്രം സ്റ്റുഡൻറ് where mark not mark equals 100 എന്ന് എഴുതാം. അല്ലെങ്കിൽ where mark not equal to 100. നമ്മൾ not equal to ഉണ്ടല്ലോ റിലേഷണൽ ഓപ്പറേറ്ററിനകത്ത്, ആ ഓപ്പറേറ്ററും അവിടെ യൂസ് ചെയ്യാം. ഇവിടെ നോട്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് മാർക്ക് നോട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഉണ്ടല്ലോ റിലേഷണൽ ഓപ്പറേറ്ററിലെ, ആ ഓപ്പറേറ്റർ ഉപയോഗിച്ചാലും മതി. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഒന്നിലധികം രീതികളിൽ യൂസ് ചെയ്യാം. ഞാൻ അടുത്തൊരു കണ്ടീഷൻ നോക്കുക. ഈ ഒരു കണ്ടീഷൻ നോക്കിയ റൈറ്റ് ക്വറി ടു റിട്രീവ് ഓൾ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് നെയിം ഐദർ ജയൻ ഓർ ജോയ്. ജയൻ എന്ന് പേര് അല്ലെങ്കിൽ ജോയ് എന്ന് പേരുള്ള ആളുടെ ഡീറ്റെയിൽസ് മാത്രം മതി. നോക്കുക. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡന്റ് വെയർ നെയിം ഇൻ ജയൻ, ജോയ്. ജയൻ എന്നും ജോയ് എന്നുള്ള പേരുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രം സെലക്ട് ചെയ്യുക. ബിറ്റ്വീൻ 30 and 60 എന്ന് നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന പുതിയൊരു ഓപ്പറേറ്റർ ബിറ്റ്വീൻ ആൻഡ് ഓപ്പറേറ്റർ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡന്റ് വെയർ മാർക്ക് ബിറ്റ്വീൻ 30 and 60. ബിറ്റ്വീൻ ആൻഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പറേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് അതിനകത്ത് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററിൽ നമ്മൾ പഠിച്ചാണ് ലൈക്ക് ഓപ്പറേറ്റർ. ആ ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യാനാണ് പാറ്റേൺ മാച്ചിങ്ങിന് വേണ്ടിയാണ് ഈ ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ എല്ലാ ഡീറ്റെയിൽസും വേണം. നോക്കുക. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡന്റ് വെയർ നെയിം ലൈക്ക് ജെ പെർസെന്റേജ്. ഇവിടെ നമ്മൾ ലൈക്ക് ഓപ്പറേറ്ററിന്റെ കൂടെ രണ്ട് വൈൽഡ് കാർഡ്സ് എന്ന് പറയും സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പെർസെന്റേജും ഒന്ന് അണ്ടർസ്കോറും. ഇവിടെ പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര ക്യാരക്ടർ വേണേലും മാച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് നെയിം ലൈക്ക് ജെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ജോൺ ആകാം, ജോയി ആകാം, അല്ലെങ്കിൽ ജയനാകാം, അല്ലെങ്കിൽ ജാഫർ ആകാം. ഏത് പേര് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് പേരുണ്ടോ അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. ഇത് കഴിഞ്ഞിട്ട് ജെ കഴിഞ്ഞിട്ട് ഒരക്കമെന്നോ രണ്ടക്കമെന്നോ ഒന്നുമില്ല. അങ്ങനെ പെർസെന്റേജ് സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്നിലധികം ക്യാരക്ടേഴ്സ് അവിടെ മാച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ലൈക്കിൻ ഓപ്പറേറ്ററിന്റെ കൂടെ പെർസെന്റേജ് സിമ്പിൾ. നോക്കാം. The wildcards percentage is used for any number of characters to match the pattern and underscore only one character matching. ഇപ്പൊ പെർസെന്റേജിന്റെ സ്ഥാനത്ത് അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളവിടെ എന്തുവാ ജെ എ, ജോ, ജെ ബി, ജെ എൻ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അണ്ടർസ്കോറിന്റെ. അതേസമയം വൈൽഡ് ആയിട്ടുള്ള പെർസെന്റേജ് സിമ്പിൾ അപ്പൊ ഏത് ക്യാരക്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. എ ബി പെർസെന്റേജ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അബിനാകാം, അഭിലാഷ് ആകാം, അബ്ദു ആകാം, ഏത് ആകാനല്ലോ. അതുപോലെ തന്നെ കൊടുക്കാൻ ഏത് രീതി വേണമെങ്കിലും പെർസെന്റേജ് CAT പെർസെന്റേജ് എന്ന് വെച്ചാൽ CAT എന്ന് പറയുന്ന ഒരു വാക്ക് ഉൾപ്പെട്ടുകൊണ്ട് അതിന് മുമ്പിലും അതിന് ശേഷവും നമുക്ക് ആവശ്യമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാം. ഇപ്പൊ നോക്കുക. എഡ്യൂക്കേഷൻ അതിനകത്ത് CAT ഉണ്ട്. അങ്ങനെ EDU എന്ന് പറയുന്നത് മുമ്പ് ചേർക്കാം, TIO എന്നതിന് ശേഷം. ഇൻഡിക്കേഷൻ, കാറ്ററിങ്ങിന് അതിന് മുമ്പ് ഒരു അക്ഷരമില്ല എങ്കിൽ പോലും അത് നമുക്ക് യൂസ് ചെയ്യാം. കൺകാറ്റിനേഷൻ എന്ന് പറയുന്ന ലെറ്റർ.
അങ്ങനെ പെർസെന്റേജ്. അതേസമയം അണ്ടർസ്കോർ നോക്കാം. ഇപ്പൊ 4 അണ്ടർസ്കോർ കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ 4 വാക്കുകൾ മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അബിൻ, ജോൺ, അബ്ദു, ഏതെങ്കിലും 4 വാക്കുകൾ. അപ്പു, ഏതെങ്കിലും 4 വാക്കുകൾ മാത്രമേ യൂസ് ചെയ്യാം. സമയം ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുക. 3 അണ്ടർസ്കോറും കൊടുത്തു, ഒരു പെർസെന്റേജ് സിമ്പിളും കൊടുത്തു. അന്നേരം ആ 3 അണ്ടർസ്കോറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അത് കഴിഞ്ഞിട്ട് പെർസെന്റേജ് എന്ത് വേണേലും വരാം. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് എത്ര ക്യാരക്ടേഴ്സ് വേണം. ആദ്യത്തെ 3 എണ്ണം മിനിമം നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. 3 മുതൽ മുകളിലോട്ട് എത്ര വേണേലും നമുക്ക് ക്യാരക്ടേഴ്സുകളുടെ റിസൾട്ട് ആയിട്ട് വരികയും ചെയ്യും. അജു, ജോയ്, അങ്ങനെ 3 വാക്കുകൾ, അല്ലെങ്കിൽ അബിൻ, ജോൺ, അബ്ദു തുടങ്ങിയ 4 വാക്കുകളോ എത്ര വേണേലും വരും. ആദ്യത്തെ 3 എണ്ണം എന്തായാലും മസ്റ്റായിട്ട് വരുമെന്നേ ഉള്ളൂ. ഇതാണ് അവിടെ നമുക്ക് പാറ്റേൺ മാച്ചിങ്ങിന് ലൈക്ക് ഓപ്പറേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന 2 വൈൽഡ് കാർഡ്സിന്റെ യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പെർസെന്റേജ് സിമ്പിളും പെർസെന്റ് സിമ്പിളും അണ്ടർസ്കോർ സിമ്പിളും. പെർസെന്റ് സിമ്പിൾ എന്ന് പറയുമ്പോൾ എത്ര ക്യാരക്ടേഴ്സ് വേണേലും മാച്ച് ചെയ്യാൻ പറ്റും. അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്കോറിന് ഒരു ക്യാരക്ടർ. ഇപ്പൊ 4 അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 4 ക്യാരക്ടർ മാച്ച് ചെയ്യാം. നോക്കാം അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. റൈറ്റ് കൊറിയ ഡീറ്റെയിൽസ് അബൌട്ട് സ്റ്റുഡൻസ് വിത്ത് ബിഗിൻ എനി ക്യാരക്ടർ ബട്ട് എൻഡ്സ് വിത്ത് ലെറ്റർ ഓ വൈ. ഏത് ക്യാരക്ടർ വെച്ച് ബിഗിൻ ചെയ്തോട്ടെ, പക്ഷെ തീരുമ്പം ഓ വൈ എന്ന് വേണം. ജബോയി, ജോയി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് എൻഡ് ചെയ്യുന്നത് ഓ വൈയിലായിരിക്കണം. അതിന്റെ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വെയർ നെയിം ലൈക്ക് അണ്ടർസ്കോർ ഓ വൈ. ചില ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ 3 അക്ഷരം മാത്രമേ വരത്തുള്ളൂ. ഈ അണ്ടർസ്കോറിന്റെ സ്ഥാനത്ത് പെർസെന്റേജ് ആണെങ്കിൽ 4 അക്കറോ 5 അക്കറോ ഏത് വേണമെങ്കിലും വരാമായിരുന്നു. കുറച്ചുകൂടെ ആപ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വെയർ നെയിം ലൈക്ക് അണ്ടർസ്കോർ ഓ വൈ. അണ്ടർസ്കോറിന്റെ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ ബോയ്, ജോയ്, ടോയ്, അങ്ങനെ ഒരു വാക്ക് മാത്രമേ അണ്ടർസ്കോറിന്റെ സ്ഥാനത്ത് വരത്തുള്ളൂ. ഓക്കെ. സെലക്ട് അതൊരു സാധാരണ രീതിയിലുള്ളതാണ്. റൈറ്റ് കൊറി ടു റിട്രീവ് ഓൾ ഡീറ്റെയിൽസ് ഹാവിംഗ് നോ ഫോൺ നമ്പേഴ്സ്. നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വെയർ ഫോൺ ഈസ് നൾ. ഈസ് ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്, നൾ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ചില ഫോൺ നമ്പർ ഇല്ലാത്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി. ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ മുമ്പേ നേരത്തെ വെയർ ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. സെലക്ട് കമാൻഡ്സ്. ഇനി അടുത്ത ഓർഡർ ബൈ ആണ്. നേരത്തെ പറഞ്ഞിരുന്നു സോർട്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ടും അസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഒരു ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നമുക്കൊന്ന് ടേബിളിൽ നിന്ന് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തിട്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് മാനർ ഫ്രം എ ടേബിൾ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ASC. ASC എന്ന് പറയുന്നത് അസെൻഡിങ്ങിനും DESC എന്ന് പറയുന്നത് ഡിസെൻഡിങ്ങിനാണ്. അത് ASC ഡീഫോൾട്ട് ആയതുകൊണ്ട് നമ്മളത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഡിസെൻഡിങ് ഓർഡറിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളവിടെ DESC സ്പെസിഫൈ ചെയ്തിരിക്കണം. നോക്കാം, എക്സാമ്പിൾസ് നോക്കാം. Write a query to retrieve all the details of students in order of their marks. മാർക്കിന്റെ ഓർഡറിൽ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേറിന്റെ സ്ഥാനത്ത് അവിടെ ഓർഡർ ബൈ മാർക്ക്, പിന്നെ DESC എന്ന് വെച്ചാൽ മാർക്ക് കൂടുതലുള്ളത് റാങ്ക് 1 എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് അത് സോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ DESC കൂടെ കൊടുക്കുക. എന്നുവെച്ചാൽ 100 മുതൽ 100, 99, 98 ആ ഓർഡറിൽ നമുക്ക് മാർക്ക് അറേഞ്ച് ചെയ്യും. എന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരും. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് പറയും ഏത് ഓർഡറിലാണ്, അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ അസെൻഡിങ്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ കൊടുക്കുക. ഇപ്പൊ ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ടാണ് ഓർഡർ ബൈ മാർക്ക് കഴിഞ്ഞ് DESC കൊടുത്തത്. ഓർഡർ ബൈ മാർക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാത്രം ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. റൈറ്റ് എ query to retrieve all details of student who marks greater than 50 in the ascending order of their name. ചില മാർക്ക് 50 മേലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് അസെൻഡിങ് ഓർഡറിൽ, നെയിമിന്റെ അസെൻഡിങ് ഓർഡർ, ചില ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരണം. എങ്ങനെയാണെന്ന് നോക്കുക.
സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡന്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 50, മാർക്ക് 50 മേലുള്ളത്. ഓർഡർ ബൈ നെയിം, ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ, നെയിമിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് 50 മേലുള്ളവരുടെ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും വേണം. അതിനെ നമ്മൾ കൊടുത്തേക്കുന്നതാണ് സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡന്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആൻഡ് ഓർഡർ ബൈ നെയിം. അടുത്ത നോക്കാം, റൈറ്റ് എ ക്വറി ടു റിട്രീവ് ക്ലാസ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് ഇൻ ഓർഡർ ഓഫ് നെയിം. അത് തന്നെ വേറെ നമുക്ക് ആദ്യം ക്ലാസ് വൈസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ തിരിക്കണം. അതുമല്ല, അത് കഴിഞ്ഞിട്ട് നെയിമിന്റെ ഓർഡറും വേണം. 2 സോർട്ടിങ് അവിടെ വരുന്നുണ്ട്. അതൊന്ന് നോക്കാം. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡന്റ് ഓർഡർ ബൈ ക്ലാസ്. ഏത് രീതിയിൽ ആദ്യം സോർട്ട് ചെയ്യണോ അതാദ്യം കൊടുക്കുക. ഞാൻ ക്ലാസ് വൈസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ആദ്യം ക്ലാസ് സോർട്ട് ചെയ്യും. ഇപ്പം കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ആ ഒരു ഓർഡറിൽ ഞാൻ ക്ലാസ് വൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കൊമേഴ്സിനകത്തിലെ നെയിമിന്റെ ഓർഡർ, ആൽഫബറ്റിക് ഓർഡർ, ABCD ആ ഓർഡർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസിന്റെ ABCD ഓർഡർ, പിന്നെ സയൻസിന്റെ ABCD ഓർഡറിൽ നെയിമിനെ അറേഞ്ച് ചെയ്ത് വരും. നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്തുവാ, C++നകത്തൊക്കെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിനകത്ത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇവിടെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, നമുക്ക് എന്തുവാ കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ്സ് സെലക്ട് ചെയ്യാനും കൗണ്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് AVG മീൻസ് ഇറ്റ് റിട്ടേൺസ് ദ ആവറേജ് വാല്യൂ. ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സെലക്ട് AVG ബ്രാക്കറ്റിൽ മാർക്ക് ഫ്രം സ്റ്റുഡന്റ്. എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്തിലെ ആവറേജ് മാർക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അതുപോലെ തന്നെ സം, എന്തുവാ, ഇറ്റ് റിട്ടേൺ ദ സം ഓഫ് വാല്യൂസ് ഓഫ് എ കോളം. സെലക്ട് സം ഓഫ് പ്രൈസ് ഫ്രം ബുക്ക്. എന്ന് വെച്ചാൽ ബുക്ക് എന്ന് പറയുന്ന ടേബിളിനകത്തിലെ പ്രൈസ് എന്ന് പറഞ്ഞ കോളം എല്ലാം കൂടെ കൂട്ടി അതിന്റെ സം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ ഉള്ളതാണ് മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ. അതിന്റെ എക്സാമ്പിൾ നോക്കാം. സെലക്ട് മാക്സ് ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡന്റിനകത്തിലെ മാക്സിമം മാർക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. അതുപോലെ തന്നെ സെലക്ട് മിൻ ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡന്റ്, മിനിമം മാർക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ ലാസ്റ്റ് ഒന്ന് നോക്കുക, കൗണ്ട് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റെക്കോർഡ്സ് കൗണ്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ റോസ്, ഒരു ടേബിളിനകത്തിലെ റെക്കോർഡുകളുടെ അല്ലെങ്കിൽ റോസിന്റെ എണ്ണം കൗണ്ട് ചെയ്ത് തരും. ഇപ്പൊ സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 കൊടുത്തു കഴിഞ്ഞാൽ 10 റെക്കോർഡ്സ് അല്ലെങ്കിൽ 10 റോസ് ആയിരിക്കും അവിടെ ഉള്ളത്. അല്ല, ഇവിടെ നമ്മൾ കുറച്ച് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് AVG ഫോർ ആവറേജ്, സം ഓഫ് വാല്യൂസ്, പിന്നെ മാക്സ്, മിൻ, കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പഠിച്ച ഗ്രൂപ്പ് ബൈയും ഹാവിങ് ക്ലോസിന്റെയാണ്. ഗ്രൂപ്പ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കോമൺ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ടേബിളിലെ റോസ് ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പൊ ക്ലാസ് വൈസ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ സയൻസ് ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൊമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഹ്യൂമാനിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്തില് എന്തെങ്കിലും കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹാവിങ് ക്ലോസ് യൂസ് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവിങ് ആൻഡ് വെയർ ചോദിച്ചിട്ടുള്ളതാണ്. വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് അപ്ലൈക്കബിൾ ഓൺലി ഓൺ ദ ഇൻഡിവിജ്വൽ റോസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റെക്കോർഡ്സിലാണ് വെയർ ക്ലോസ് യൂസ് ചെയ്തേക്കുന്നത്. അതേസമയം ഹാവിങ് ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് it is used to set a condition for a selected ഗ്രൂപ്പ്സിൽ ഗ്രൂപ്പ് ബൈ ക്ലോസിലാണ് നമ്മൾ ഹാവിങ് ഉപയോഗിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ തന്നേക്കുന്നു. ടേബിളിൽ നോക്കാം, 3 കോളംസ് ആണല്ലോ. ഒന്ന് നമ്പർ എന്നോ, പിന്നെ ഒന്ന് നെയിം, ഡെസിഗ്നേഷൻ. 5 റെക്കോർഡ്സ് തന്നിട്ടുണ്ട്. അതിലെ വാല്യൂസും തന്നിട്ടുണ്ട്. 1 അരുൺ പ്രോഗ്രാമർ, 2 ദീപ ഡിസൈനർ, 3 ലത പ്രോഗ്രാമർ, 4 രാജു അനലിസ്റ്റ്,
5 മീന പ്രോഗ്രാമർ. ഈ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, ഡെസിഗ്നേഷൻ വൈസ് ആയിട്ടോ ഒക്കെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. കണ്ടോ, സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ. നമ്മളിപ്പം നേരത്തെ 5 റെക്കോർഡ്സ് ഉള്ള ടേബിളിൽ മുമ്പ് കണ്ടായിരുന്നു എംപ്ലോയി എന്ന് പറയുന്നതിനകത്ത്. ഇപ്പൊ ഡെസിഗ്നേഷന് നോക്കാം. ഇപ്പൊ ഡെസിഗ്നേഷൻ കൗണ്ട് സ്റ്റാർ രണ്ടെണ്ണമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ 5 റെക്കോർഡ്സ് ഉണ്ട്. അതിനകത്ത് 3 പ്രോഗ്രാമറും ഉണ്ടായിരുന്നു, ഒരു ഡിസൈനർ ഉണ്ട്, അനലിസ്റ്റ് ഉണ്ട്. അതൊന്നുകൂടെ നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, ടേബിൾ കണ്ടല്ലോ. ഇതിനകത്ത് എത്ര പ്രോഗ്രാമേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 3 പ്രോഗ്രാമർ, ഒരു ഡിസൈനർ, ഒരു അനലിസ്റ്റ്. നമ്മൾ ഡെസിഗ്നേഷൻ വൈസ് ആയിട്ടാണ് അത് നോക്കിയത്. കണ്ടോ, കൗണ്ട് ഓഫ് സ്റ്റാർ, 3 പ്രോഗ്രാമർ, ഡിസൈനർ 1, അനലിസ്റ്റ് 1. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ബൈ. ഇനി ഹാവിംഗ് ക്ലോസ് ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ആ ടേബിൾ, ഈ ടേബിൾ തന്നെ ഇച്ചിരി ഡെവലപ്പ് ചെയ്ത് സാലറിന്നും കൂടെ കൂടുതൽ കൊടുക്കുന്നു. അതിനകത്ത് ഒരു ടേബിളിലൂടെ ഒരു കോളം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക. സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ ഹാവിംഗ് സാലറി ഗ്രേറ്റർ ദാൻ 20,000. 20,000 മേൽ സാലറി ഉള്ളവരുടെ ഡെസിഗ്നേഷനും അതിന്റെ കൗണ്ട് എത്ര ആണെന്നുള്ളത് നോക്കുക. എങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക. ഉണ്ടോ, സെലക്ട് ഡെസിഗ്നേഷൻ വന്നിട്ടുണ്ട്, കൗണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട്. ഫ്രം എംപ്ലോയി അതിൽ 20,000 മേലുള്ള എത്ര പേരുണ്ട്? 3 പേര്. അത് 3ഉം പ്രോഗ്രാമർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമർ കൗണ്ട് 3 പറഞ്ഞു വരും. മറ്റേ അനലിസ്റ്റിന്റെ ഡിസൈനറും 20,000 താഴെയാണ്. 20,000 അത് താഴെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല. ഇതാണ് അവിടെ നമുക്ക് ഗ്രൂപ്പ് ബൈ അല്ലെങ്കിൽ ഹാവിംഗ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സെലക്ട് കോഴ്സ് ഗ്രൂപ്പ് ബൈ കോഴ്സ് ഹാവിംഗ് വേറെ എടുത്തേക്കുന്നേ ഉള്ളൂ. കൗണ്ട് ഗ്രേറ്റർ ദാൻ 30. അത് വേറൊരു എക്സാമ്പിൾ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് കോഴ്സ് വെച്ച് ഞാൻ പറയല്ലോ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് കോഴ്സ് ചെയ്തെടുക്കാം. കോഴ്സുകൾ ഗ്രൂപ്പ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കൗണ്ട് ഓഫ് സ്റ്റാർ 3ൽ കൂടുതലുള്ള ആൾക്കാരുടെ കോഴ്സും എണ്ണവും. ഇപ്പൊ സയൻസ് 10 ഉണ്ടെങ്കിൽ സയൻസ് 10, ഹ്യൂമാനിറ്റീസ് 2 ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്തില്ല, കാരണം 3ൽ കൂടുതൽ കൗണ്ട് വേണം. കൊമേഴ്സ് 4 ഉണ്ടെങ്കിൽ കൊമേഴ്സ് 4 എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അങ്ങനെ ഇത് ഇത്രയാണ് നമുക്കവിടെ ഇൻസേർട്ട് ഇൻറ്റു കമാൻഡ്സ്, അതുപോലെ തന്നെ സെലക്ട് കമാൻഡും നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസും. ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് തിയറി ആയിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷനിലും ഒക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. ബാക്കി ഉള്ള DML കമാൻഡ്സ്, അപ്ഡേഷനും അതുപോലെ തന്നെ അപ്ഡേറ്റ് കമാൻഡും അതുപോലെ തന്നെ ഡിലീറ്റ് കമാൻഡും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിക്കാം. താങ്ക് യു.